ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഏത്തപ്പഴം വിളയിച്ച് വാഴയിലയിൽ പരത്തി ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. എന്നാൽ എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് കാണാം. ഇലയട ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു പാൻ അടുപ്പിൽ വെച്ചു. ഇനി ഇതിലേക്ക് അല്പം നെയ്യാണ് ഞാൻ ഒഴിക്കുന്നത്. ഒരു ഏത്തപ്പഴം ചെറുതായി അരിഞ്ഞത് വറുത്തെടുക്കാം. മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കോരാം. ഏത്തപ്പഴം വാട്ടിക്കോരി 1 കപ്പ് ശർക്കരപ്പാനിയാണ് എടുക്കുന്നത്. ഇതിലേക്ക് 1 കപ്പ് തേങ്ങയാണ് ഇടുന്നത്. തേങ്ങ ഇത് നമുക്ക് ഇതിലൊന്ന് വരട്ടിയെടുക്കണം. ഏലക്ക തരിയും കൂടെ പൊടിച്ചതാണ്. 2 പഞ്ചസാര ഉള്ളത് കൊണ്ടാട്ടോ ഇത്രയും കൂടുതലിടുന്നത്. പഞ്ചസാര നമ്മൾ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നന്നായി പൊടിഞ്ഞു കിട്ടാൻ. ഏലക്ക തരി പൊടിക്കുമ്പം നമ്മൾ മിക്സിയിലാണ് പൊടിക്കുന്നതെങ്കിൽ നമുക്ക് ഒത്തിരി ഏലക്ക തരി ഇടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ കുറച്ച് ഏലക്കായും ഈ പഞ്ചസാരയും കൂടി ഇട്ടാൽ നമുക്ക് വേഗം പൊടിഞ്ഞു കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നു. വെള്ളം വറ്റി വരുമ്പോഴത്തേക്കും ഈ വരട്ടി വെച്ച ഏത്തപ്പഴം ഇതിലിട്ട് കൊടുക്കുക. നേരങ്ങളിൽ കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വൈകുന്നേരം വന്ന് കഴിക്കാനുള്ള ഉത്സാഹം ഉണ്ടാകും. പിന്നെ നമ്മളൊരു എല്ലാ ദിവസവും ഒന്ന് തന്നെ കൊടുക്കാതെ ഒരു വ്യത്യസ്തമായ രീതിയിൽ കൊടുക്കുമ്പോൾ അവർക്കും ഒരു ആഘോഷമായിരിക്കും. ഇതൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോഴാണെങ്കിലും നമുക്ക് വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ ഇത് കൊള്ളാമല്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് അവരുടെ മുമ്പിൽ ഒരു സ്റ്റാറാകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതൊക്കെ പരീക്ഷിച്ച് നോക്കണം. ഇനി ആ ചൂടത്തിരുന്ന് ഒന്നും കൂടി ഇതായി കറക്റ്റ് ആയിക്കോളും. അപ്പം ഞാൻ തീ ഓഫ് ചെയ്യുക. അടയുണ്ടാക്കാൻ വേണ്ടി അതിനുള്ള മാവ് റെഡിയാക്കാം. ഇത് വറുത്ത് വെച്ച നല്ല അപ്പത്തിന് പൊടിച്ച പൊടിയാണ്. ഇതായ ഉപ്പുപൊടി ഇട്ടു. നെയ്യും കൂടി ഇടുക. നെയ്യും ഉപ്പും കൂടി ഒന്ന് മിക്സിയിൽ കറക്കിക്കൊണ്ടുവരാം. കറക്കി എടുത്തു. ഈ കറക്കി എടുത്തിന് എന്തിനാണെന്ന് ചോദിച്ചാൽ ആ ഉപ്പും നെയ്യും എല്ലാ പൊടിയിലേക്കൊന്ന് പിടിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇതിലേക്ക് ഞാനിപ്പം 1 കപ്പ് വെള്ളം ഒഴിച്ചു. 1/2 കപ്പും കൂടി ഒഴിച്ചു നോക്കാം. എന്നിട്ട് വേണമെങ്കിൽ ഒഴിക്കുക. എടുത്തിട്ടുണ്ട്. ഇതിന് വെള്ളം ഏതാണ്ട് പാകമായി. ഈ ലൂസ് കണ്ടോ? ഈ ലൂസിൽ വേണം നമുക്ക് ഇത് റെഡിയാക്കാൻ. വാഴയിലയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ വാട്ടി ക്ലീൻ ചെയ്തെടുത്തതാണ്. ഏത്തപ്പഴവും തേങ്ങയും ശർക്കരയും കൂടിയ മിശ്രിതം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് നമുക്ക് മടക്കാം. ഇങ്ങനെയൊന്ന് മടക്കിയതിന് ശേഷം വീണ്ടും ഇതും ഇങ്ങനെയൊന്ന് മടക്കി ഇനി ഇതിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. മടക്കി കൊടുക്കാം. ഇവിടെയും മടക്കാം. ഈ സൈഡും മടക്കി, ഈ സൈഡും മടക്കി. ഇനി നമുക്ക് ഞാനൊരു സ്റ്റീമർ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് വെച്ചു. ഇനി നമുക്ക് വേകാൻ എളുപ്പത്തിനും വിലങ്ങനെ ഒന്നുകൂടി വെച്ചു കൊടുക്കാം. 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വെന്ത് കിട്ടും. അപ്പം നമ്മുടെ അട വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അടയെടുക്കാം. അപ്പം നമ്മുടെ അട റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. സോഫ്റ്റ് ആയിട്ടുള്ള അട ലഭിച്ചിട്ടുണ്ട്. നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ടൈപ്പ് അടയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി
നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറന്നു പോകരുത്. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ വാഴയിലയിൽ അടയുണ്ടാക്കുമ്പോൾ അതിൻ്റെ ആ വാഴയിലയുടെ ഗുണങ്ങളൊക്കെ അതിലിറങ്ങും. അതുകൊണ്ട് തീർച്ചയായിട്ടും വാഴയില ഉള്ളവരെല്ലാം ഈ വാഴയില കൊണ്ട് ഇതുപോലുള്ള അടകൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ ഗസ്റ്റിനും, നമ്മൾ പെട്ടെന്ന് വരുന്ന ഗസ്റ്റിന് നമുക്ക് നന്നായിട്ട് വേഗം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ നിങ്ങളെല്ലാവരും കാത്തിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.